ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ എവിക്ഷന് വേണ്ടിയിട്ടുള്ള ആളുടെ കാർഡൊക്കെ പിടിച്ചിട്ടാണ് വന്നേക്കുന്നത്. എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവുകയാണ് എന്നുള്ളത് ലാലേട്ടൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷകരുടെ തീരുമാനമാണ് ഇതെന്നും പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ആദിലെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആദില ആര് സേവ് ആകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നത് നൂറയും അനുമോളും. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പേരുടെയും കൂടെ പേര് പറയാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മുടെ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആയിരുന്നു ഒരു സർപ്രൈസിങ് എലമെൻറ്റ്. അനീഷേട്ടൻ നമ്മുടെ അനുമോളുടെ പേര് പറഞ്ഞില്ല, പകരം നൂറയുടെ പേരാണ് പറയുന്നത്. അപ്പം അനീഷേട്ടൻ എന്താണ് നൂറയുടെ പേര് പറഞ്ഞത്, അനുമോളോട് ഇത്രയും കമ്പനി ഉണ്ടായിട്ടും എന്ന് ചിലർക്ക് തോന്നുമായിരിക്കും. ഒബ്വിയസ്ലി അത് ഭയങ്കര വ്യക്തമാണ്. അനീഷേട്ടന് അനുമോളുമായിട്ടുള്ള ഒരു കോംബോ, ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ രീതിയിലുള്ളൊരു കോംബോ അങ്ങനെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷേട്ടന് ഒരു താല്പര്യമില്ലാത്ത പോലെ എന്നുള്ള രീതിയിലാണ് അനീഷേട്ടൻ അത് പറയുന്നത്. ഇനി ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചത് കൊണ്ട് പറഞ്ഞതാണോ അനീഷേട്ടൻ നൂറയുടെ പേരെന്നും അറിയത്തില്ല, അത് വ്യക്തമല്ല. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു കോംബോയ്ക്ക് അനീഷേട്ടന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ചിലപ്പോൾ അനീഷേട്ടന് താല്പര്യമില്ലാതെ അനീഷേട്ടൻ അനുമോളുടെ അടുത്തുനിന്ന് മാറി നടക്കാം. കാരണം ലാലേട്ടൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കൊണ്ട് പുറത്തിനി അത് ഭയങ്കര ഒരു ആഘോഷിക്കപ്പെടുവോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാറി നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതല്ല കുഴപ്പമില്ല, കോമ്പോ പിടിച്ച് പോകാം എന്നുള്ള രീതിയിൽ. എന്തായാലും ലാലേട്ടൻ ഇത് പറഞ്ഞത് ചുമ്മാതല്ല, അത് അവർക്ക് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഷാനവാസിക്കയും അനീഷേട്ടനും തമ്മിലുള്ള കോംബോ പോലും ലാലേട്ടൻ അവിടെ വന്ന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് തന്നെയാണ് ലാലേട്ടൻ ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനീഷേട്ടൻ അത് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സാബുമാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സാബുമാൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.